ഉൽപാദന ആരോഗ്യ പശ്ചാത്തല മേഖലകൾക്ക് പ്രാധാന്യം നൽകി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 53.60 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. എല്ലാ വാർഡുകളിലും കാലാവസ്ഥാ സ്റ്റേഷൻ സ്ഥാപിക്കൽ, മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ പാർക്കും മാർക്കറ്റും സ്ഥാപിക്കൽ എന്നിവയും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്കും ആരോഗ്യ ശുചിത്വ പാർപ്പിട മേഖലയ്ക്കും പ്രാധാന്യം നൽകി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 53.60 കോടി രൂപ വരവും 52.67 കോടി രൂപ ചിലവും 94 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എസ് സൂര്യ അവതരിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കുന്നതിന് എല്ലാ വാർഡുകളിലും വെതർ സ്റ്റേഷൻ സ്ഥാപിക്കൽ, മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിൽ പാർക്കും മാർക്കറ്റും സ്ഥാപിക്കൽ, വഴിയോര വിശ്രമ കേന്ദ്രം, എല്ലാ അംഗനവാടികൾക്കും കെട്ടിടങ്ങൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി സ്മാർട്ട് അംഗനവാടികളാക്കി മാറ്റുക, സഞ്ചരിക്കുന്ന ശ്മശാനം പദ്ധതി, സ്കൂളുകൾക്ക് നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ, ഗ്രന്ഥശാലകൾക്ക് ദിനപത്രങ്ങളും ടെലിവിഷനുകളും, വനിതകൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ പരിശീലനം, നീന്തൽക്കുള നിർമ്മാണം തുടങ്ങി വ്യത്യസ്തങ്ങളായ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്ക് 1 കോടി രൂപയും സ്റ്റേഡിയം നിർമ്മാണത്തിനായി 1 കോടി രൂപയും റോഡുകളുടെ നവീകരണത്തിനായി 3.15 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വേണ്ടി പാലിയേറ്റീവ് കെയറും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ പ്രോജക്റ്റുകൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി ഏകദേശം 2800 വനിതകൾക്ക് മാസം 1000 രൂപ വീതം പെൻഷൻ നൽകുന്നതിനും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നതാണ് ഈ ബജറ്റ്. വിഭവ പരിമിതിക്കുള്ളിൽ നിന്നും ആവശ്യമായ എല്ലാ മേഖലകൾക്കും വകയിരുത്തലുകൾ നടത്തുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. 53 കോടി 60 ലക്ഷം രൂപ വരവും 52 കോടി 67 ലക്ഷം രൂപ ചിലവും 94 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപചന്ദ്രൻ, നജീം മണ്ണേൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശരണ്യ, അംഗങ്ങളായ എസ് സദാം, റസീന അൻവർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിജി സുനിൽകുമാർ, നാസർ പാട്ടക്കണ്ടത്തിൽ, ഷീജ ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി രാജേന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ലഭ്യമാകുന്ന ഫണ്ടുകളുടെ പരിമിതികൾ കൊണ്ടും തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ബഡ്ജറ്റ്. ലൈഫ് പദ്ധതി വഴി 2025-26 സാമ്പത്തിക വർഷം വരെ 250 ഭൂരഹിതർക്ക് ഭൂമി നൽകുവാനും 903 പേർക്ക് വീട് നൽകുവാനും നമുക്ക് കഴിഞ്ഞു. ബ്ലോക്ക് പരിധിയിൽ നമ്മുടെ പഞ്ചായത്ത് മാത്രമാണ് ഇത്രയും കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.